ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമീസ് ഓൺ വേൾഡ്. സോ ഫൈനലി നമ്മൾ AS12 എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് AS12 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടെണ്ണം കൂടി ഉള്ളൂ. ASും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് ഇൻറ്റയർ AS ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ASൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയപ്പോൾ നമുക്ക് നല്ല മാർക്കിന് തന്നെ ASൻ്റെ പാടത്തുനിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ASൻ്റെ ഈ പോർഷൻ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എസ്പെഷ്യലി ഗവൺമെൻറ് ഗ്രാൻഡ്, ബൊറോയിങ് കോസ്റ്റ്, പിന്നെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ASും കൂടി ഉണ്ട്. അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ പ്രാക്ടിക്കൽ അല്ലാത്ത ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ, അതാണ് കുറച്ചുകൂടി വിഷമമുള്ള കാര്യം. പ്രാക്ടിക്കൽ ആണെങ്കിൽ നമ്മൾ നമുക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ ഓക്കെ. മറ്റേത് തിയറീസ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കീവേഡ്സ് ഒക്കെ വെച്ച് പഠിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ AS12 എത്തിയിരിക്കുകയാണ്. അപ്പോൾ AS12 നമുക്ക് തുടങ്ങാം. യെസ്, ഓക്കെ. അപ്പോൾ AS12 പറയുന്നത് ഗവൺമെൻറ് ഗ്രാൻറ്റിനെ പറ്റിയിട്ടാണ്. നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള അതേ സംഭവം തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനെടുത്ത് എഴുതിയിട്ടുള്ളൂ. അതായത് നമ്മുടെ സ്റ്റഡി മാറ്റ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടാണിത്. സോ ഈ നോട്ട് നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഫസ്റ്റ് ടൈം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വലിയ വാചകങ്ങളൊക്കെ ആയിട്ടായിരിക്കാം കാണിച്ചിട്ടുണ്ടാവുക. ഇവിടെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം. അത് മാസത്തിൽ 29 റുപ്പീസാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജോയിൻ ചെയ്തു, 29 റുപ്പീസ് അടച്ചു. ഫോർ ഇൻറ്റയർ മന്ത് നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും, ആക്സസ് കിട്ടും. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്, വാട്ട് ഈസ് എ ഗവൺമെൻറ് ഗ്രാൻഡ്? അപ്പോൾ എന്താ ഇവിടെ ഗവൺമെൻറ് ഗ്രാൻഡ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഗവൺമെൻറ് ഗ്രാൻഡ് ഇസ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഹെൽപ്പ് given by the government to support businesses for activities like setting up a factory, buying machinery, hiring people, operating in backward areas. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ്. ഗവൺമെൻറ് ബിസിനസ്സിന് കൊടുക്കുന്ന ഹെൽപ്പാണ്. ബിസിനസ് അല്ലെങ്കിൽ കമ്പനീസിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന് കൊടുക്കുന്ന ഹെൽപ്പിനെയാണ് നമ്മൾ ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തരം ഹെൽപ്പാണ് കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഹെൽപ്പ് ആയിരിക്കാം. കാശ് കൊടുത്തിട്ടുള്ള മോണിറ്ററി ടേംസിലുള്ള ഹെൽപ്പായിരിക്കാം കൊടുക്കുന്നുണ്ടാവുക. അതിന് ഫിനാൻഷ്യൽ എന്ന് അല്ലെങ്കിൽ മോണിറ്ററി ഗ്രാൻഡ് നമുക്ക് പറയാം. അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ആക്ടിവിറ്റീസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസാണ്? ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ ബാക്ക്വേർഡ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങൾ, റൂറൽ ഏരിയാസിലൊക്കെ ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ, മെഷീനറി ബൈ ചെയ്യാൻ, ആളുകളെ വെക്കാൻ, അതിനൊക്കെ ആയിട്ട് ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ മോണിറ്ററി ആയിട്ടും ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടും ഹെൽപ്പ് ചെയ്യും. ഫൈൻ. അപ്പോൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബിസിനസ്സിനെയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സഹായം. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ടുണ്ടായിരിക്കാം? ക്യാഷ്, ലൈക്ക് 10 lakh ടു ബൈ എ മെഷീൻ. ഇതാണ് ഞാൻ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മോണിറ്ററി എന്ന് പറഞ്ഞത്. അതായത് ക്യാഷ് ആയിട്ട് കൊടുക്കുക. നമുക്ക് മെഷീൻ വാങ്ങിക്കാനാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ മെഷീൻ വാങ്ങിക്കാനായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാം? 10 lakh റുപ്പീസ് നമുക്ക് തരാം. സോ ഇവിടെ ക്യാഷ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ചില സമയത്ത് നമുക്ക് അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫെസിലിറ്റി ആയിട്ട് തന്നെ തരും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് അസറ്റ് ആയിട്ടോ ആ ഫെസിലിറ്റി ആയിട്ട് തന്നെ തരും. അതായത് ചിലപ്പോൾ നമുക്ക് ആ മെഷീൻ തന്നെ വാങ്ങിച്ച് തരുമായിരിക്കും. അങ്ങനെ, അല്ലെങ്കിൽ ലാൻഡ് തരും, ചീപ്പ് റേറ്റിലൊക്കെ ലാൻഡ് തരും. അപ്പോൾ ഇങ്ങനെയും ഗ്രാൻസുകളുണ്ട്, ക്യാഷ് ആയിട്ടും അസറ്റ്സ് ഫെസിലിറ്റീസ് ആയിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് AS12 ആണ്. AS12 ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗവൺമെൻറ് ഗ്രാൻഡ് ആണ് നമ്മളിവിടെ സംസാരിക്കണം. ഇവിടെ ഈ ടോപ്പിക്കിൻ്റെ കീഴിൽ വരാത്തത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കുന്നത്. വാട്ട് AS12 ഡസ് നോട്ട് കവർ? AS12 ഡസ് നോട്ട് അപ്ലൈ ടു എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ ഓൺ ഗ്രാൻഡ്സ്. അതായത് ഒരു 5 വർഷം മുൻപ് എനിക്ക് ഗ്രാൻഡ് കിട്ടി. ഓക്കെ, 5 ലക്ഷം രൂപ, 5 കോടി രൂപ എനിക്ക് ഗ്രാൻഡ് കിട്ടി. അപ്പോൾ 5 വർഷം മുന്നേ അത് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്ന് അത് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ഓരോ വർഷം നമുക്ക് ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൈസസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാണ്, ലെവലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് മാറും അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ എഫക്റ്റുകളെ പറ്റിയിട്ടൊന്നും AS12 കവർ ചെയ്യുന്നില്ല ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, പിന്നെ ജനറൽ ഗവൺമെൻറ് സപ്പോർട്ട് വിതൗട്ട് എനി സ്പെസിഫിക് കണ്ടീഷൻസ്, എക്സാമ്പിൾ ടാക്സ് ഹോളിഡേ, ചീപ്പ് പവർ. അപ്പോൾ ഈ ഗവൺമെൻറ് സപ്പോർട്ട് നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ടാണ്. പക്ഷേ വെറുതെ ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടും ഈ പറയുന്ന ഗവൺമെൻറ് ഗ്രാൻഡിൽ വരില്ല. സ്പെസിഫിക് കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഗ്രാൻഡുകൾ മാത്രമേ AS12 കീഴിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് ടാക്സ് ഹോളിഡേ തന്നിട്ടുണ്ട്. അതായത്
ഇങ്ങനെ പറയുകയാണ് ഗവൺമെൻറ് 5 വർഷം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ അതൊരു ടാക്സ് ഹോളിഡേയാണ്. ഇൻകം ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാക്സ് ഹോളിഡേയാണ്. പക്ഷേ അതെന്തല്ല, ഗ്രാൻഡ് അല്ല. അപ്പം അവർ തന്നൊരു സപ്പോർട്ടാണത്. പക്ഷേ ഈ ഒരു സാധനം AS12ൻ്റെ കീഴിൽ വരില്ല. അങ്ങനെ ഓക്കെ. പിന്നെ വെൻ ഗവൺമെൻറ് ഓൺസ് ഷെയർസ് ഇൻ ദ കമ്പനി, അതാണ് 3ാമത്തെ സെക്ഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗവൺമെൻറ് നമുക്ക് ക്യാഷായിട്ട് സപ്പോർട്ട് തരുന്നില്ല. ക്യാഷായിട്ടല്ല സപ്പോർട്ട് തരുന്നത്, അല്ലെങ്കിൽ ലെറ്റ്സ് ഫെസിലിറ്റീസുമായിട്ടല്ല, അസറ്റ്സുമായിട്ടല്ല. അങ്ങനെ 2 തരത്തിലുണ്ടെന്നാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. ഗവൺമെൻറ് ഗ്രാൻഡ് ഈ 2 തരത്തിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇത് രണ്ടുമായിട്ടല്ല, നേരെ മറിച്ച് നമ്മുടെ ബിസിനസ്സിലെ ഒരു ഷെയർ ഹോൾഡറായിട്ട് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുവാണ്. ഷെയർ ഹോൾഡറായിട്ട് വരുവാണ്. അപ്പോൾ ഷെയർ ഹോൾഡറായിട്ട് വരുവാണെങ്കിൽ കമ്പനി ഇപ്പോൾ അതിൻ്റെ ഓണറാണ്. ആ ഒരു കേസും ഇവിടെ AS12 നമ്മൾ എടുക്കില്ല. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് നമ്മളിപ്പോൾ ബോർഡിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണല്ലേ, ഓണറായിട്ട് മാറുകയാണ്. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അത് ഗ്രാൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗവൺമെൻറ് അതിലൊരു ഒരു ഷെയർ ഹോൾഡറാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും AS12ൻ്റെ കീഴിൽ പെടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കീ ഡെഫിനിഷൻസ് ഇവിടെ കുറച്ച് പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണത് വരേണ്ടത്. ഓക്കെ, ഇവിടെ അലൈൻമെൻറ്റിന് കുറച്ച് പ്രശ്നം പറ്റിയിട്ടുണ്ട്, നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ കീ ഡെഫിനിഷൻസ്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ, സ്റ്റേറ്റ്, സെൻട്രൽ ഓർ ഇൻ്റർനാഷണൽ ഗവൺമെൻറ് ബോഡീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയുന്ന കാര്യമാണ്. ഗവൺമെൻറ് ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് കൊടുക്കുന്ന ക്യാഷോ അല്ലെങ്കിൽ കൈൻഡോ രൂപത്തിൽ ചില സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ്. പിന്നെ എന്താണ് ഗ്രാൻഡ് അല്ലാത്തത്? നോർമൽ ബിസിനസ്, ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ഗവൺമെൻറ്റിനോട് ചേർന്നാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് അതൊരു ഗ്രാൻഡ് അല്ല. ഓക്കെ, അതൊക്കെ ഈ ഡെഫിനേഷൻസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത് വെൻ ടു റെക്കോർഡ്, അല്ലെങ്കിൽ നമ്മൾ ഗ്രാൻറ്റ് നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം അല്ലേ. ഇവിടെ തൊട്ടിട്ടാണ് ശരിക്കും ഗവൺമെൻറ് ഗ്രാൻറ്റിൻ്റെ ഒരു സബ്ജക്റ്റ്, ആ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നത് കേട്ടോ. ഇതുവരെ നിങ്ങൾക്ക് ബേസിക് ഒക്കെ സെറ്റാണ്, എന്താണെന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും, ബുക്സിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഓൺലി റെക്കോർഡ് എ ഗ്രാൻറ്റ് ഇൻ യുവർ ബുക്സ് ഇഫ് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് കണ്ടീഷൻസ്? യു ആർ റീസണബിളി ഷുവർ യു വിൽ മീറ്റ് ദ കണ്ടീഷൻസ്. കണ്ടീഷൻസ് മീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്, റീസണബിളി ഷുവറാണ്, ഓൾമോസ്റ്റ് 90% ഉറപ്പാണ് നിങ്ങൾ കണ്ടീഷൻസ് മീറ്റ് ചെയ്യും. യു ആർ റീസണബിളി ഷുവർ ദ ഗ്രാൻറ്റ് വിൽ ബി റിസീവ്ഡ്. നമുക്ക് ഗ്രാൻറ്റ് ഒരു 90% ഉറപ്പാണ് നമുക്ക് ഗ്രാൻറ്റ് കിട്ടും, അല്ലെങ്കിൽ 75%-ത്തേക്കാളും കൂടുതൽ നമുക്ക് ഉറപ്പാണ് നമുക്ക് ഗ്രാൻറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിലും ഉറപ്പുണ്ട്. ഈ 2 കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഗ്രാൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാം. പക്ഷേ ഡോണ്ട് റെക്കോർഡ് ജസ്റ്റ് ബിക്കോസ് യു ഗോട്ട് ദ മണി, ചെക്ക് ദ റൂൾസ് ആർ ഫോളോ ടു. അതായത് വെറുതെ കയ്യിൽ കാശ് കിട്ടിയതുകൊണ്ട്, ഗവൺമെൻറ് കാശ് തന്നുകൊണ്ട് അത് ജസ്റ്റ് ഗ്രാൻഡ് ആണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് റെക്കോർഡ് ചെയ്യരുത്. നമ്മൾ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അതായത് നമ്മൾ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടോ, അതുപോലെ ഗ്രാൻഡ് ശരിക്കും കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടോ. കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഗ്രാൻഡാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, നൗ മെത്തേഡ്സ് ടു ട്രീറ്റ് ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഗ്രാൻറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നതിന് 2 രീതികളുണ്ട്. ഓക്കെ, ഒന്ന് ക്യാപിറ്റൽ അപ്രോച്ച്, മറ്റേതപ്പോൾ ഇൻകം അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അപ്രോച്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ അപ്രോച്ച് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഗ്രാൻഡ് ഇസ് ഫോർ ലോങ് ടേം ഹെൽപ്പ് ലൈക്ക് ബിൽഡിംഗ് ഓർ പ്ലാന്റ് ഓർ സെറ്റിംഗ് അപ്പ് ബിസിനസ്. ക്യാപിറ്റൽ അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ടേം ഹെൽപ്പൊക്കെ ഉള്ളപ്പോൾ, ലോങ് ടേം ഹെൽപ്പാണ് ബിസിനസ്സിന് കിട്ടുന്നതെങ്കിൽ, അതായത് ഒരു പ്ലാന്റ് ബിൽഡ് ചെയ്യുന്ന കേസാണ്, അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന കേസാണ്, അതൊക്കെ വലിയ എമൗണ്ട് വരുന്ന അല്ലെങ്കിൽ ഭയങ്കര ലോങ് ടേമിനുള്ള ഹെൽപ്പാണല്ലേ. ബിസിനസ് പറയുന്നത് ലോങ് ടേമിനാണ്, പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് നാളത്തേക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലോങ് ടേം ഹെൽപ്പ് വല്ലതും ആണ് ഗ്രാൻഡായിട്ട് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും ഗവൺമെൻറ്. ഓക്കെ, ചെയ്തു തരുന്നതെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനോട് കൂടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി സൈഡുണ്ട്, അസറ്റ് സൈഡുണ്ട് അല്ലേ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ്ങിൽ ക്യാപിറ്റൽ റിസർവ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നമ്മുടെ ക്യാപിറ്റലാണ് ആദ്യത്തെ സെക്ഷൻ ഇവിടെ വരുന്നത് ലയബിലിറ്റിയിൽ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിനോട് കൂടെ, ക്യാപിറ്റൽ റിസർവിനോട് കൂടെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, ക്യാപിറ്റൽ പോലെ നമ്മൾ കാണിക്കുന്നു ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ടുള്ള ഗ്രാൻറ്റ്. നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് ഗവൺമെൻറ് നമുക്ക് 50 ലക്ഷം രൂപ ഒരു ഫാക്ടറി ബിൽഡ് ചെയ്യാനായിട്ട് തരുവാണ്. അപ്പോൾ നമ്മൾ ഈ 50 ലക്ഷം രൂപ എവിടെ കാണിക്കണം? നമ്മൾ ക്യാപിറ്റൽ എന്ന രീതിയിൽ അതിനെ കൺസിഡർ ചെയ്തിട്ട് അത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനോട് കൂടെ നമ്മൾ കാണിക്കണം. ഓക്കെ, ആഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫൈൻ, ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ അപ്രോച്ച് ഇത്രയേ ഉള്ളൂ. ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് തരുന്ന
എന്നിട്ട് ഗ്രാൻഡ്, അതായത് എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്ന ഡേ ടു ഡേ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന തക്ക രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ അത്തരം എമൗണ്ട്, അത്തരം ഗ്രാൻറ്റുകളെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് ഇൻകം ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് കാണിക്കേണ്ടത്, ഇൻകം ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം ചില സമയത്ത് നമുക്ക് അതാത് വർഷം തന്നെ കാണിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കാം. ചിലപ്പോൾ ഒരുപാട് വർഷത്തേക്കുള്ളതായിരിക്കാൻ പറ്റുന്നുണ്ടാവും. അതായത് 2-3 ഇയേഴ്സിൽ നമ്മൾ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഗ്രാൻറ്റ് ആണ് ഗവൺമെൻറ് തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ എത്ര വർഷത്തേക്കുള്ളതാണ് അത്രയും വർഷം അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് ഗവൺമെൻറ് ഒരു 5 ലക്ഷം രൂപ എംപ്ലോയി ട്രെയിനിങ്ങിന് തരാമെന്ന് വിചാരിക്കുക. എംപ്ലോയീസിന് ട്രെയിൻ ചെയ്യാനായിട്ട് നല്ല അത്യാവശ്യം എമൗണ്ട് പോവും. ഓക്കെ, അപ്പം ആ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ ഗവൺമെൻറ്റാണ് നമുക്ക് തരുന്നത് ഗ്രാൻറ്റായിട്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇൻകം ആയിട്ട് കാണിക്കുന്നു. നമ്മൾ ഇൻകം സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ 2 തരം അപ്രോച്ചസ് ആണ് നമ്മൾ പഠിച്ചത്. ഇൻകം അപ്രോച്ചും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രോച്ചും ഉണ്ട്. എന്താണ് മെത്തേഡ്സ് ടു ട്രീറ്റ് ഗവൺമെൻറ് ഗ്രാൻസ്, എങ്ങനെയാണ് ഗവൺമെൻറ് ഗ്രാൻസ് ട്രീറ്റ് ചെയ്യേണ്ടത്, ബുക്സിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. സിമ്പിൾ അല്ലേ? ഇനി നോൺ മോണിറ്ററി ഗ്രാൻസ് ഉണ്ട്. ഗവൺമെൻറ് ചിലപ്പോൾ ഇപ്പോഴും നമുക്ക് മണി തന്നെ തരണമെന്നില്ല. അതിന് പകരം ലാൻഡ്, ബിൽഡിംഗ്, മെഷീൻ പോലത്തെ സാധനങ്ങളൊക്കെ തരും. അപ്പോൾ അതിനെയാണ് നമ്മൾ നോൺ മോണിറ്ററി ഗ്രാൻസ് എന്ന് പറയുന്നത്. ഇത്തരം നോൺ മോണിറ്ററി ഗ്രാൻസ് നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ടൈപ്പ്, അതായത് നമുക്ക് ചില സമയത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ ലാൻഡ്, ബിൽഡിംഗ്, മെഷീൻസൊക്കെ ഇപ്പോൾ ലെറ്റ്സ് ഒരു ലാൻഡിന് ലെറ്റ്സ് എക്സാമ്പിളിന് വേണ്ടി 15 lakhs റുപ്പീസാണെന്ന് വിചാരിക്കാം. നമുക്കത് ഗവൺമെൻറ് തരുന്നത് 10 lakh റുപ്പീസിനാണ്, അല്ലെങ്കിൽ 5 lakhനാണ്. അപ്പോൾ ചീപ്പിനാണ് നമുക്ക് തരുന്നത്, ചീപ്പ് പ്രൈസിനാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ചീപ്പ് പ്രൈസിനാണ് തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്? റെക്കോർഡ് അറ്റ് ദ ആക്ച്വൽ പ്രൈസ് പെയ്ഡ്. അത് നമ്മൾ എത്രയാണോ അതിന് വേണ്ടി അടയ്ക്കുന്ന എമൗണ്ട്, ആ എമൗണ്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് ചീപ്പ് പ്രൈസ് ആയിട്ട് തന്നിട്ടുള്ളത് 5 lakh ആണ്. അപ്പോൾ 5 lakh ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ആക്ച്വൽ പ്രൈസ്, നമ്മൾ എത്ര പ്രൈസാണോ ശരിക്കും അടയ്ക്കുന്നത് ആ പ്രൈസ് നമ്മളത് ബുക്സിൽ റെക്കോർഡ് ചെയ്യുക. ചില സമയത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് തരും, ഒരു കാശ് നമുക്ക് അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് തരുന്ന സമയത്ത് നമ്മൾ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ റെക്കോർഡ് അറ്റ് ടോക്കൺ വാല്യൂ ലൈക്ക് ₹1 or 10. അതായത് ഇവിടെ ടോക്കൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ ചീപ്പ് പ്രൈസിന് തന്ന കാരണം നമ്മൾ ഈ 5 ലക്ഷമാണ് ഇവിടെ അടിച്ചത്, അതുകൊണ്ട് നമ്മൾ 5 ലക്ഷം രൂപ കാണിച്ചു. ഫ്രീ ആയിട്ട് തന്ന സാധനം നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? ബുക്സിൽ കാണിക്കുക. ബുക്സിൽ എന്തായാലും കാണിക്കണം, കാണിക്കാതിരിക്കാൻ പറ്റില്ല, എന്തായാലും കാണിക്കണം. പക്ഷേ എന്ത് പറഞ്ഞ് കാണിക്കും? നമുക്ക് ഫ്രീ ആയിട്ടല്ലേ ഈ സാധനം തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ ടോക്കൺ വാല്യൂവിൽ റെക്കോർഡ് ചെയ്യും. അതായത് വെറുതെ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. നമ്മൾ 1 രൂപയോ അല്ലെങ്കിൽ 10 രൂപയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ കൺസിഡർ ചെയ്യും. കാരണം എന്തായാലും ഇത് ഫ്രീക്കാണ്, നമുക്ക് ഒരു ചിലവില്ലാണ്ടാണ് ഈ സാധനം കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണമല്ലോ. ആ ഒരു ഫോർ ദ സേക്ക് ഓഫ് റെക്കോർഡിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ₹1 ടോക്കൺ വാല്യൂ എന്ന് പറഞ്ഞതാണ്. വെറുതെ ഇപ്പോൾ ഈ ലാൻഡിന് ശരിക്കും വാല്യൂ 15 ലക്ഷം രൂപയായിരിക്കും. ലെറ്റ്സ് സേ നമുക്ക് ഫ്രീ ആയിട്ട് തരുമ്പോൾ നമുക്കത് ഫ്രീ ആണെന്നുള്ള കാരണം കൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ ബാലൻസ് ഷീറ്റിൽ പോയിട്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ₹1 എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ₹1 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഈ ₹1 എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്ന്, നമ്മുടെ ബാലൻസ് ഷീറ്റിനോ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനോ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. ജസ്റ്റ് ഒരു ₹1 ആണ്. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് ഈ അസറ്റ്, നമ്മൾ കാണിക്കണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കണം, ഫ്രീ ആണെങ്കിൽ നമ്മൾ കാണിക്കണം. അപ്പോൾ വലിയ എമൗണ്ടുകളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ₹1 എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ടോക്കൺ വാല്യൂ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടോക്കൺ വാല്യൂവിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എക്സാമ്പിളായിട്ട് ഗവൺമെൻറ് ഗീവ്സ് ലാൻഡ് വർത്ത് ₹10 lakhs, 10 ലക്ഷം രൂപയുടെ ലാൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് തരാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുക്സിൽ നമ്മളിത് എന്തെന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു? ₹1 ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ലാൻഡിന് നേരത്തെ ₹1 എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. സിനാരിയോസ്. 5 ലക്ഷം രൂപ മിഷനറി വാങ്ങിക്കാനായിട്ട് ഗവൺമെൻറ് നമുക്ക് ഗ്രാൻഡ് തരുവാണ്. ഓക്കെ, മിഷനറി വാങ്ങിക്കാനായിട്ട് 5 ലക്ഷം രൂപയാണ് തരുന്നത്. അപ്പോൾ മോണിറ്ററി ആണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, മെഷീനറി വാങ്ങിക്കാനാണ്, ബിൽഡ് ചെയ്യാനല്ല. അപ്പോൾ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഇൻകം അപ്രോച്ച് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻകം അപ്രോച്ചാണ്. നമ്മൾ മെഷീൻ്റെ ലൈഫിലേക്ക്, കാരണം വെച്ച് കഴിഞ്ഞാൽ മെഷീനറി നമുക്ക് ഒരുപാട് വർഷത്തേക്കുള്ളതായതുകൊണ്ട് നമ്മൾ മെഷീനറി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപയെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെഷീനറിയുടെ ലൈഫ് എത്രയാണ്? ലെറ്റ്സ് സേ 5 years ആണെങ്കിൽ ഇപ്പോൾ ഈ 5 ലക്ഷം രൂപ നമ്മൾ 5 lakh ഡിവൈഡഡ് ബൈ
5 ചെയ്തിട്ട് ഇൻകം അപ്രോച്ച് വഴി അത് ആ ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കും. അപ്പോൾ ഇൻകം അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫ്രീ ലാൻഡ് ഗിവൺ ബൈ ഗവൺമെൻറ് ഫോർ പ്രൊജക്റ്റിന് വേണ്ടി ഗവൺമെൻറ് ഒരു ഫ്രീ ലാൻഡ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാണിക്കണം, നോൺ മോണിറ്ററി ആണ് അല്ലേ. കാരണം മോണിറ്ററി ആയിട്ടുള്ള ഗ്രാൻഡ് ആണ്. നമ്മളത് ടോക്കൺ വാല്യൂ ജസ്റ്റ് ₹1 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിൾ 50 lakh സബ്സിഡി ടു സെറ്റപ്പ് യൂണിറ്റ് ഇൻ ബാക്ക്വേർഡ്. അപ്പം ബാക്ക്വേർഡ് ഏരിയാസിൽ ഒരു യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 50 ലക്ഷം രൂപ വരെ സബ്സിഡി തരുവാണ്. അപ്പോൾ 50 ലക്ഷം പറഞ്ഞ് വലിയൊരു വാല്യൂ അല്ലേ. വലിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ അപ്രോച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യുന്നു. അടുത്തത് 2 lakhs റിസീവ്ഡ് ബട്ട് യു ആർ അൺഷുവർ ഇഫ് കണ്ടീഷൻസ് മെറ്റ്. നമുക്ക് 2 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പില്ല കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റീസണബിളി ഷുവർ ആയിരിക്കണം. ഇവിടെ അൺഷുവർ ആണ്, നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. ഡോണ്ട് റെക്കോർഡ് അൺടിൽ കണ്ടീഷൻസ് ആർ കൺഫേം. കണ്ടീഷൻസ് കൺഫേം ചെയ്യുന്നത് വരെ. ആ 2 കണ്ടീഷൻസ് ഇല്ലേ ഇനീഷ്യലി നമ്മൾ പറഞ്ഞത്, അതായത് നമ്മൾ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമെന്ന് റീസണബിളി ഷുവറാണ്, നമുക്ക് ഗ്രാൻഡ് കിട്ടുമെന്ന് റീസണബിളി ഷുവറാണ്. ഈ 2ഉം ഓക്കെ ആവണം. 2 ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ഗ്രാൻഡ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് വെറുതെ ഗ്രാൻഡ് റിസീവ് ചെയ്തു, പക്ഷേ കണ്ടീഷൻസ് ഫുൾഫിൽ ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീസണബിളി ഷുവർ അല്ല. അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇതുവരെ പഠിച്ചതിൻ്റെ സമ്മറി എന്താണ് ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ക്യാഷോ കൈൻഡോ രൂപത്തിൽ വിത്ത് കണ്ടീഷൻസ് നമുക്ക് തരുന്ന ഒരു ഹെൽപ്പ്, ബിസിനസ് ഓർഗനൈസേഷൻസിന് തരുന്ന ഒരു ഹെൽപ്പിനെയാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത്, ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, നമുക്ക് ഗ്രാൻഡ് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്, കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഗ്രാൻഡ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ടേം ഹെൽപ്പാണ് അല്ലേ. ഒരുപാട് വലിയൊരു ഹെൽപ്പായിരിക്കും, വലിയൊരു തുക വരുന്നതായിരിക്കും, ഒരുപാട് വർഷത്തേക്കുള്ളതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനോട് കൂടെ ആഡ് ചെയ്യുന്നു. ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ഹെൽപ്പിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇൻകം ആയിട്ട് കാണിക്കുന്നു. നോൺ മോണിറ്ററി ഗ്രാൻഡ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ അവരുടെ ആക്ച്വൽ കോസ്റ്റിൽ നമ്മൾ പോയിട്ട് റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ടോക്കൺ വാല്യൂവിൽ റെക്കോർഡ് ചെയ്യും. ഇതാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഗ്രാൻഡ്സ് റിലേറ്റഡ് ടു സ്പെസിഫിക് ഫിക്സഡ് അസറ്റ്സ്. ചില സമയത്ത് നമുക്ക് ഗ്രാൻഡുകൾ തരുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് തരും. ഓക്കെ, ഗവൺമെൻറ്. അപ്പോൾ അത്തരം ഗ്രാൻഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത്, ഗ്രാൻഡ്സ് റിലേറ്റഡ് ടു സ്പെസിഫിക് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ ദീസ് ആർ ഗ്രാൻഡ്സ് ഗിവൺ ടു ബൈ, ബിൽഡ്, അക്വയർ ഫിക്സഡ് അസറ്റ് ലൈക്ക് മെഷീനറി, ഫാക്ടറി, ബിൽഡിംഗ് എക്സെട്ര. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ടായിരിക്കും, ഒരു മെഷീനറി ബിൽഡ് ചെയ്യാനോ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഗ്രാൻഡ് തന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് തരുന്നു, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് തരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരം ഗ്രാൻഡ്സുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 അക്സെപ്റ്റബിൾ മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ്, നമ്മൾ അസറ്റിൻ്റെ വാല്യൂയിൽ നിന്നും ഈ ഗ്രാൻഡിൻ്റെ വാല്യൂ കുറയ്ക്കാം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നറിയാം. ലെറ്റ്സ് സേ ഇവിടെ എന്താ പറയുന്നുള്ള പോയിന്റ്സ് പറയാം, എന്നിട്ട് നമുക്കിവിടെ എക്സാമ്പിൾ ഉണ്ട്, എക്സാമ്പിൾ പറയുന്നത് ക്ലിയർ ആവും. ദ ഗ്രാൻഡ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ആസ് ഐ സൈഡ്, നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ ഒരു വാല്യൂ കാണിച്ചിട്ടുണ്ടാവും. ഈ വാല്യൂവിൽ നിന്ന് ഈ ഗ്രാൻഡിൻ്റെ വാല്യൂ കുറച്ചിട്ട് ബാക്കി വാല്യൂ, ഇനി ബാലൻസ് വരുന്ന വാല്യൂ ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, ദിസ് ഗീവ്സ് ലോവർ അസറ്റ് വാല്യൂ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് ഗ്രാൻഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഈ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടാണ് കിടക്കുന്നത് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ഗ്രാൻഡ് കുറച്ചപ്പോൾ കുറഞ്ഞ വാല്യൂ ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതാണ് ഇവർ പറഞ്ഞത്, ദിസ് ഗീവ്സ് എ ലോവർ അസറ്റ് വാല്യൂ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഡിപ്രിസിയേഷൻ ഇസ് ചാർജഡ് ഓൺ ദ റെഡ്യൂസ്ഡ് കോസ്റ്റ്. എന്നിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, ഇപ്പോൾ ഈ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടാണ് കിടക്കണേന്ന് പറഞ്ഞു. ഓക്കെ, സോ എന്തോ ഒരു അസറ്റിൻ്റെ വാല്യൂ, അതൊന്നും ഞാൻ ഗ്രാൻഡ് കുറച്ചിട്ട് കിട്ടിയ വാല്യൂ എക്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ എക്സിൻ്റെ വേത്തായിരിക്കും ഇനി നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിപ്രിസിയേഷൻ അടിച്ച് 10% ഡിപ്രിസിയേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ എൻഡിൽ എക്സ് ഇൻറ്റു 10% ആയിരിക്കും ആ വർഷത്തിൻ്റെ ഡിപ്രിസിയേഷൻ വാല്യൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവർ പറഞ്ഞ 3 പോയിൻറ്റ്സ്. ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. എന്താ എക്സാമ്പിൾ പറയുന്നത്, ഒരു മെഷീന് 10 ലക്ഷം രൂപയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആദ്യം കാണിച്ചിട്ടുണ്ടാവും. 10 lakh rupees ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ മെഷീനെ മൊത്തത്തിൽ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുന്നതിന് മുൻപ് അസറ്റ് ഈസ് ഈക്വൽ ടു 10 lakh. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് എത്രയാണ്, 2 lakhs. 2 lakh കുറച്ചു, എന്നിട്ട് ബാക്കി എത്രയാണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുക, 8 lakhs ആയിരിക്കും ഔട്ടർ കോളത്തിൽ എഴുതുക അല്ലേ. അപ്പോൾ അസറ്റ് ഷോൺ അറ്റ് 8 lakh. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ അസറ്റിൻ്റെ വാല്യൂ 8 lakh ആണ്. ഇനി നമ്മൾ ആ വർഷം അവസാനം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്രിസിയേഷന് വേണ്ടി എടുക്കേണ്ടത് ഈ 8 ലക്ഷം ആണെന്ന് മനസ്സിലായോ. 10 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം വേണം നമ്മൾ ഇനി എടുക്കാനായിട്ട്. അത് നോർമലി അങ്ങനെ തന്നെയാണ്, എടുത്ത് പറയുന്നു മാത്രം. ഓക്കെ, ഇതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് ഡെഫേർഡ് ഇൻകം മെത്തേഡ്. അപ്പോൾ ഈ 2 കേസുകളും എന്തിൻ്റെ കീഴിലാണ് വരുന്നത്, സ്പെസിഫിക് ഫിക്സഡ് അസറ്റിന് വേണ്ടി തന്നിട്ടുള്ള ഗ്രാൻഡ്സ് ആണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ മെത്തേഡ് 2 പറയുന്നത് ഡെഫേർഡ് ഇൻകം മെത്തേഡ്.
അപ്പോൾ ഡെഫേർഡ് ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വായിച്ചു നോക്കുക. ദ ഫുൾ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ഇസ് ഷോൺ ഇൻ ദ ബുക്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസറ്റിൻ്റെ വാല്യൂ നിന്ന് നമ്മളൊന്നും കുറയ്ക്കുന്നില്ല. ഓക്കെ, അസറ്റിൻ്റെ വാല്യൂ അങ്ങനെ തന്നെ അസറ്റ് സൈഡിൽ ഇരുന്നോട്ടെ. ഓക്കെ, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ അവിടെ ഇരുന്നോട്ടെ. നമ്മൾ എന്താ ചെയ്യുന്നത്, ദ ഗ്രാൻഡ് ഇസ് ഷോൺ സെപ്പറേറ്റ്ലി ആസ് ഡെഫേർഡ് ഇൻകം. നമ്മൾ അസറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കണില്ല. മറ്റോടത്ത് നമ്മൾ അസറ്റിൽ നിന്ന് കുറച്ചു, ഓക്കെ, ഇവിടെ നമ്മൾ അസറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കണില്ല. ഇപ്രാവശ്യം നമ്മൾ ലയബിലിറ്റി സൈഡിലേക്കാണ് എടുത്ത് നോക്കണേ. ലയബിലിറ്റി സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡെഫേർഡ് ഇൻകം ആയിട്ട് നമ്മൾ കാണിക്കും. ഈ കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് നമ്മൾ ഡെഫേർഡ് ഇൻകം ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഡെഫേർഡ് ഇൻകം ആയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സൊക്കെ എഴുതുന്നതിന് ശേഷം, പക്ഷേ ലോണിൻ്റെ സാധനങ്ങൾ സെക്ഷൻസ് എഴുതുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഡെഫേർഡ് ഇൻകം ഗ്രാൻഡ് കിട്ടിയിട്ടുള്ള വാല്യൂ ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വാല്യൂ കാണിക്കും. അസറ്റിൻ്റെ മേത്തുനിന്ന് ഒന്നും കുറയ്ക്കണില്ല എന്ന് ആദ്യത്തെ മെത്തേഡ് പറഞ്ഞ പോലെ, ജസ്റ്റ് നമ്മളിവിടെ ഇവിടെ കാണിക്കുന്നു. ലയബിലിറ്റി സൈഡിൽ ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാക്കി എന്താ പറയുന്നത്, റീഡ് ചെയ്യുക. ദിസ് ഡെഫേർഡ് ഇൻകം ഇസ് ട്രാൻസ്ഫേർഡ് ഗ്രാജുവലി ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആസ് ഇൻകം ഇൻ ലൈൻ വിത്ത് ഡിപ്രിസിയേഷൻ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫേർഡ് ഇൻകം പിന്നെ നമ്മൾ ഗ്രാജുവലി ഓരോ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ മെഷീന് ഒരു അസറ്റിന്, ഇത് അസറ്റ് സൈഡ്, ഇത് ലയബിലിറ്റി സൈഡിലാണെന്ന് വിചാരിക്കട്ടെ. ഞാൻ ഇൻകം കോളം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, മെഷീന് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ 10 ലക്ഷം മെഷീൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഗ്രാൻഡ് നമുക്ക് കിട്ടി 2 lakh. അപ്പോൾ ഗ്രാൻഡ് ഞാൻ ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുകയാണ്. ഓക്കെ, ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലയബിലിറ്റി സൈഡിൽ എത്രയാണ്, 2 lakh ഞാൻ കാണിച്ചു, 2 lakh കാണിച്ചു. ഇനി ഓരോ വർഷവും ഞാൻ ഡിപ്രിസിയേഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മേത്താ ഡിപ്രിസിയേഷൻ കാണാം. ഓക്കെ, 10 lakh ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പോൾ എന്ന് പറയുമ്പോൾ 2 lakh ആണ് വരിക. അപ്പോൾ 2 lakh ആയിരിക്കും ഓരോ വർഷം ഡിപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡെഫേർഡ് ഇൻകത്തിലേക്ക് വരാം. ഡെഫേർഡ് ഇൻകം അവിടെ നോക്കുമ്പോൾ 2 lakh ആണ് അല്ലേ. ഈ 2 lakh ഞാൻ പറഞ്ഞു ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർട്ടൻ പാർട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊണ്ടുപോകാൻ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഡെഫേർഡ് ഇൻകം ട്രാൻസ്ഫർഡ് ഗ്രാജുവലി ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, 2 lakh ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഈ മെഷീൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണ്, 5. ഓക്കെ, അപ്പോൾ ഓരോ വർഷവും നമ്മൾ 40,000 നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഇപ്പോൾ ആദ്യത്തെ വർഷം അവസാനമാകുമ്പോൾ ഈ 2 lakh 40,000 നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണു, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണിക്കുമ്പോൾ ഇവിടെ 2 lakh നിന്ന് 40,000 കുറച്ച് 1,60,000 ആയിരിക്കും ഈ വർഷത്തിൻ്റെ അവസാനം കാണിക്കുക. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എങ്ങനെയാവും കാണുക, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 2 സൈഡ് ഉണ്ടല്ലോ, ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കും. ഡെബിറ്റ് സെക്ഷനിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കുന്നു, 2 lakh കാണിക്കുന്നു. ഇവിടെ ഇൻകം എന്ന് പറഞ്ഞിട്ട് അമോർട്ടൈസ്ഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അമോർട്ടൈസ്ഡ് ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് 40,000. അപ്പോൾ ശരിക്കും ഇത് സെറ്റ് ഓഫ് ആയി പോവും. ഈ 2 lakh നിന്ന് 40,000 കുറച്ച് ബാക്കി ഡിപ്രീസിയേഷനും കാണിക്കാം. അങ്ങനത്തെ ഒരു മെത്തേഡും ഉണ്ട്, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ വലിയൊരു ചോദ്യം വരുമ്പോഴേ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, ഇപ്പോൾ ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ ചെറിയൊരു ഐഡിയ അവിടെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് കുറച്ചുകൂടി ഭയങ്കര ഡീപ്പായിട്ട് പോകാമെന്ന് മാത്രം. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് എവിടെയാണ് ഈ ഡെഫേർഡ് ഇൻകം കാണിക്കേണ്ടത്, നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ താഴെ ലയബിലിറ്റീസിനൊക്കെ മുന്നോടിയായിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡെഫേർഡ് ഇൻകം കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ മെത്തേഡ് പറഞ്ഞ പോലെ അസറ്റിൻ്റെ മേത്തുനിന്ന് കുറയ്ക്കേണ്ടെന്ന്. അസറ്റിൻ്റെ മേത്തുനിന്ന് കുറയ്ക്കുമ്പോൾ നമ്മൾ അവിടെ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡിപ്രീസിയേഷൻ ചെയ്യേണ്ട വാല്യൂവും കുറയും. ഓക്കെ, ഏത് വാല്യൂ ആണ് അസറ്റിൻ്റെ വാല്യൂ എടുക്കേണ്ടത്, ആ വാല്യൂ കുറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ എടുക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ കുറഞ്ഞു. അപ്പോൾ അവിടെ ഓൾറെഡി കുറഞ്ഞ ഡിപ്രീസിയേഷനാണ് പ്രോഫിറ്റ് P&L വരുന്നത്. ഇവിടെ ഡെഫേർഡ് ഇൻകം മെത്തേഡ് ആണെങ്കിൽ നമ്മൾ 2 സൈഡിലായിട്ടാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, ശരിക്കും അത് സെറ്റ് ഓഫ് ചെയ്ത് പോകേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളത്രയും ഭയങ്കര ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി സ്പെഷ്യൽ കേസ്, അടുത്തൊരു സ്പെഷ്യൽ കേസാണ്. നമുക്ക് ഡിപ്രിസിയേഷൻ ചെയ്യാൻ പറ്റാത്ത അസറ്റുകളും ഉണ്ട്. ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അസറ്റിന് ഡിപ്രിസിയേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ലാൻഡിൻ്റെ വാല്യൂവിന് എപ്പോഴും അപ്രീസിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഡിപ്രിസിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ സ്പെഷ്യൽ കേസുകൾ നോൺ ഡിപ്രിസിയബിൾ അസറ്റാണ് ലാൻഡ്. അപ്പം ലാൻഡിൻ്റെ കേസ് എങ്ങനെ നമ്മളിവിടെ കാണിക്കുന്നത്, അപ്പോൾ ലാൻഡ് നമുക്ക് ഡിപ്രിസിയേഷൻ ചെയ്യാൻ പറ്റില്ല. അതിനാൽ ഗ്രാൻറ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ഡെഫേർഡ് ഇൻകത്തിന് കീഴിലത്തെ കാര്യമാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡെഫേർഡ് ഇൻകത്തിൻ്റെ കീഴിൽ നമ്മൾ പറഞ്ഞു ലയബിലിറ്റി സൈഡിൽ നമ്മൾ കിട്ടിയിട്ടുള്ള ഗ്രാൻറ്റ് ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. എന്നിട്ട് ഓരോ വർഷം അവസാനം നമ്മൾ അതിൻ്റെ ഒരു പോർഷൻ യൂസ്ഫുൾ ലൈഫിന് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട്
അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു വാല്യൂ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാണിക്കും, ഇൻകം എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. പക്ഷേ അത് ആ കൊണ്ടുപോയിട്ടുള്ള ഈ എമൗണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഡിപ്രീസിയേഷൻ ഓൾ ഡെബിറ്റ് സൈഡിലുണ്ട്, ഇത് ക്രെഡിറ്റ് സൈഡിലാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്ത് പോകും. പക്ഷേ ഡിപ്രീസിയേഷൻ ഇല്ലാത്ത ഈ സംഭവങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇല്ലാത്ത ലാൻഡിന് നമ്മൾ ഗ്രാൻഡ് സ്പ്രെഡ് ചെയ്യില്ല. അതായത് നമ്മൾ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഈ 2 lakh ഡിവൈഡ് ബൈ 5 ഇല്ല, അത് ചെയ്യില്ലാന്ന്. ഓക്കെ, കാരണം അത് ഡിപ്രീസിയേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്പ്രെഡിങ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഇസ് ട്രാൻസ്ഫർ ഡയറക്ട്ലി ടു ക്യാപിറ്റൽ റിസർവ്. നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യണതിന് പകരം നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് കണ്ടീഷൻസ് അപ്ലൈ ആണെങ്കിൽ മാത്രം നമ്മൾ ഓരോ എമൗണ്ടും ഓവർ ടൈം റിലീസ് ചെയ്യും. അടുത്തത് ഗ്രാൻഡ്സ് റിലേറ്റഡ് ടു റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാൻഡ്സ്. ദീസ് ആർ ഗ്രാൻഡ്സ് ഗിവൺ ടു ഹെൽപ്പ് കവർ ഡെയിലി ബിസിനസ് എക്സ്പെൻസസ് കവർ ചെയ്യാനായിട്ട് വേണ്ടി മാത്രം കിട്ടുന്ന ഗ്രാൻഡ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് സാലറി, റെൻറ്റ്, ട്രെയിനിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ബിസിനസ്സിന് കിട്ടുന്ന ഗ്രാൻഡ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. 2 രീതിയിലാണ് നമുക്കത് കാണിക്കാൻ പറ്റുന്നത്, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഇൻകം ആയിട്ട് തന്നെ കാണിക്കാം, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വെറുതെ ഇൻകം സൈഡിൽ അതർ ഇൻകത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിൻ്റെ കീഴിലോ ജസ്റ്റ് നമുക്ക് കാണിക്കാം, ഇൻകം ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ എക്സ്പെൻസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ നമുക്ക് ഡെഫേർഡ് ഇൻകം ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ അസറ്റിൻ്റെ നിന്ന് കുറച്ച് കാണിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ. അതേപോലെ തന്നെ നോക്കുക, ഇൻകം ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡയറക്റ്റ്ലി കാണിക്കാം, അല്ലെങ്കിൽ ആ എക്സ്പെൻസ് ഏതാണോ എക്സ്പെൻസിൽ നിന്ന് നമുക്ക് കുറച്ച് കാണിക്കാം. ഓക്കെ, റെഡ്യൂസ് ദ റിലേറ്റഡ് എക്സ്പെൻസ് ഡയറക്റ്റ്ലി ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുക, നമുക്ക് ഗ്രാൻഡ് കിട്ടി 50,000 രൂപ നമുക്ക് ഗ്രാൻഡ് കിട്ടുകയാണ്. ട്രെയിനിങ് കോസ്റ്റ് 50,000 രൂപ ഗ്രാൻഡ് കിട്ടുകയാണ്. അപ്പോൾ ഈ 50,000 രൂപ ഒന്നെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വെറുതെ ക്രെഡിറ്റ് സൈഡിൽ എനിക്ക് ഇൻകം എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ കാണിക്കാം. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ട്രെയിനിങ് കോസ്റ്റായിട്ട് വന്നത് 1,00,000 രൂപ ട്രെയിനിങ് കോസ്റ്റ് ശരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ട്രെയിനിങ് കോസ്റ്റിൻ്റെ എക്സ്പെൻസിൽ നിന്ന് എനിക്ക് കുറച്ച് കാണിച്ചാലും മതി. 50,000 ഗ്രാൻഡ് കിട്ടി, ബാക്കി 50,000 ഡെബിറ്റ് സൈഡിൽ കിടക്കുള്ളൂ എന്ന്. ഓക്കെ, എഫക്റ്റ് കറക്റ്റാണ്. അപ്പോൾ അങ്ങനെയും കാണിക്കാം, ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കാണിക്കാം. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ്, ക്രെഡിറ്റ്, ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നതാണ്, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാവുന്നൊരു പോയിൻ്റാണ്. അതായത് ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ ഡെബിറ്റിൽ ഏതെങ്കിലും ഒരു ഐറ്റം, നിങ്ങൾക്ക് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം അറിയില്ല. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത സാധാരണ നമ്മൾ റിട്ടേൺ ചെയ്യാണ്. പർച്ചേസിന് അടിയിലാണ് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ സാധനം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസിൻ്റെ നിന്ന് നമുക്ക് കുറച്ച് കാണിക്കാം. ഓക്കെ, പർച്ചേസിൽ നിന്ന് നമുക്ക് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കാണിക്കാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതർ ഓപ്ഷൻ ഉള്ളത് ഈ പർച്ചേസ് റിട്ടേൺ ഇവിടെ കുറച്ച് കാണിക്കുന്നതിന് പകരം ആ പർച്ചേസ് റിട്ടേൺ അങ്ങനെ എടുത്ത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെച്ചാലും മതി, സെയിം എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് സൈഡത്തെ ഐറ്റം. അതായത് സെയിൽസിൻ്റെ കീഴിൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നമ്മൾ ചെയ്യാറ് അല്ലേ. അപ്പോൾ ഈ സെയിൽസ് ഇവിടെ കാണിക്കുന്നു, സെയിൽസ് റിട്ടേൺ നമ്മൾ സാധാരണ ഇവിടെ കുറച്ചിട്ടാണ് കാണിക്കുക. ഈ സെയിൽസ് റിട്ടേൺ ഇവിടെ കുറച്ച് കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഈ ഭാഗത്തേക്ക് വെറുതെ ഒരു കുറവും നമ്മൾ വെറുതെ ഡയറക്റ്റ്ലി എടുത്ത് എഴുതി കാണിക്കാമെന്ന് ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ആ പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നിങ്ങൾക്ക് കാണിക്കാമെന്ന്. അതാണ് ഇൻകം ആയിട്ട് റവന്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാൻറ്റുകളുടെ ട്രീറ്റ്മെൻറ്റ്. അടുത്തതാണ് ഗ്രാൻഡ്സ് ഓഫ് ദ നേച്ചർ ഓഫ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. പ്രൊമോട്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ നേച്ചറിലുള്ള ഗ്രാൻറ്റുകളാണ്. അതായത് നമ്മുടെ ക്യാപിറ്റലിലൊക്കെ അഡീഷനായിട്ട് നമുക്ക് ഗവൺമെൻറ് ഗ്രാൻഡ് തരാണ്. ക്യാപിറ്റലിന് ഒരു ബൂസ്റ്റ്, അത് നമുക്ക് കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ക്യാപിറ്റൽ വേണം. അപ്പോൾ ഒരു ക്യാപിറ്റൽ എന്ന നിലയിലാണ് ഗവൺമെൻറ് നമുക്ക് ഗ്രാൻഡായിട്ട് തരുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ദീസ് ആർ ഗ്രാൻഡ്സ് മെൻ ടു ബൂസ്റ്റ് ദ ക്യാപിറ്റൽ ബേസ് ഓഫ് ദ കമ്പനി ഓഫ്റ്റൺ ഡ്യൂറിങ് സ്റ്റാർട്ടപ്പ് ഓർ എക്സ്പാൻഷൻ. സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓൾറെഡി ഒരു നല്ലൊരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ്റെ ടൈമിലൊക്കെ ഗവൺമെൻറ് നമുക്ക് ഗ്രാൻഡ് എന്ന രീതിയിൽ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ നേച്ചറിൽ തരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ കീഴിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കാം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കരുത്, ഡിവിഡൻ്റായിട്ട് കൊടുക്കാനുള്ളതുമല്ല, ക്യാപിറ്റൽ റിസർവിലേക്കാണ് നമ്മളത് മാറ്റുന്നത്. അത്തരം
കാര്യങ്ങൾ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഗവൺമെൻറ് നമുക്ക് 1 കോടി തരുവാണ് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ബാക്ക്വേർഡ് ഏരിയയിൽ. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ 1 crore നിങ്ങൾക്ക് എവിടെ കാണിക്കാം? ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ റിസർവിൽ കാണിക്കാം. നിങ്ങളത് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇൻ സമ്മറി ഇവിടെ വരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? അതായത് ഫിക്സ്ഡ് അസറ്റിനെ സ്പെസിഫിക് ആയിട്ട് ആണ് നമുക്ക് ഗ്രാൻഡ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾക്ക് അസറ്റിൻ്റെ വാല്യൂയിൽ നിന്ന് കുറയ്ക്കാം, 1 ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്കത് ഡെഫേർഡ് ഇൻകം ആയിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ കാര്യം നോൺ ഡിപ്രീസിയബിൾ അസറ്റ്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞത് ഡിപ്രീസിയേഷൻ ചെയ്യാൻ പറ്റുന്ന അസറ്റുകൾക്കാണ്. അത് പറ്റാത്ത അസറ്റുകൾക്ക് നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ്. ഇനി ഫോർ റവന്യൂ എക്സ്പെൻസസ്, അതായത് റവന്യൂ കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ക്രെഡിറ്റ് സൈഡിൽ ഡയറക്റ്റ്ലി കാണിക്കാം, അല്ലെങ്കിൽ അതാത് എക്സ്പെൻസിൻ്റെ നിന്ന് നമുക്ക് കുറച്ച് കാണിക്കാം. ഓക്കെ. പിന്നെ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. ഇതിവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു അലൈൻമെൻറ്റ് പ്രോബ്ലം ഉണ്ട്. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ കാണിക്കാം, ക്യാപിറ്റൽ റിസർവിലാണ് കാണിക്കേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസിലല്ല കാണിക്കേണ്ടത്. ഓക്കെ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫണ്ടിലും എടുത്ത് കാണിക്കരുത്. ഡിവിഡൻ്റായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റില്ല എന്ന്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കാനും പറ്റില്ല, ക്യാപിറ്റൽ റിസർവിൽ തന്നെ കാണിക്കണം. അതാണ് നമ്മൾ ഇവിടെ വരെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ ഇനി കുറച്ചും കൂടി ഉള്ളൂ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഗ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഗ്രാൻഡ് കഴിഞ്ഞു. സോ ഇവിടെ വരെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുകയാണ്. നെക്സ്റ്റ് പാർട്ടിലൂടെ ഗവൺമെൻറ് ഗ്രാൻഡിൻ്റെ കോൺസെപ്റ്റ് ബേസിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിയും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരെ നിങ്ങൾക്ക് കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കി വെക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ ഒന്നെങ്കിൽ കമൻ്റായിട്ട് തന്നെ റിപ്ലൈ ആയിട്ട് തന്നെയോ അല്ലെങ്കിൽ ടെലഗ്രാം വഴിയോ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്.